SDPI മുസ്ലിം ലീഗിന് ഈ SDP ഒക്കെ ഉണ്ടാക്കിയത് ലീഗിനെ എതിർക്കാനാണ്. പിന്നെ ലീഗിന് അതിൽ എന്താ നിലപാട് മാറ്റം? മുസ്ലിം ലീഗ് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ലീഗിനെ എതിർക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണല്ലോ SDPI. അതിനോട് സ്വാഭാവികമായും ലീഗിൻ്റെ പ്രതികരണവും അവർക്ക് ലീഗിനോടുള്ള പ്രതികരണം വ്യക്തമല്ലേ? അത് പ്രത്യേകിച്ച് പറയണോ? പാലക്കാട് SDPI വോട്ട് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനാർത്ഥിയൊന്നും പറയാത്തതാണ് ഇപ്പോൾ LDF ഒക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയും ഒരു കാലത്തും വോട്ട് വേണ്ട എന്നാരും പറയാറില്ല. എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യണ്ടേ? ഒരു ഇല്ല, ആരും പറഞ്ഞില്ലല്ലോ. CPM പറഞ്ഞു വേണ്ട. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വേണ്ടോ? വോട്ട് ചെയ്യുന്നതും മുന്നണി ബന്ധം ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഐക്യമുണ്ടാക്കുന്നതും മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്നതും സഖ്യമുണ്ടാക്കുന്നതും ധാരണയുണ്ടാക്കുന്നതും വേറെയാണ്. വോട്ടർമാർ വോട്ട് ചെയ്യുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ കോഴിക്കോട്ട് ഒരു സ്ഥാനാർത്ഥി, ഒരു മിനിറ്റ്, ഈ കോഴിക്കോട് സൗത്ത് ഇവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വീട് ഈ വാർഡിലാണെങ്കിൽ വോട്ട് ചോദിക്കൂലേ പോയിട്ട്? അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വോട്ട് വേണ്ട എന്ന് പറയാറുണ്ടെങ്കിലും എതിർ സ്ഥാനാർത്ഥി വോട്ട് ചെയ്താൽ ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും ചെയ്തു എന്നല്ലേ പറയുമ്പോൾ വേണ്ടെന്ന് പറയുന്നുണ്ടോ? സഖ്യകക്ഷിയെ പോലെയാണ് SDPI പാലക്കാട് വിജയത്തിന് പിന്നാലെ വലിയ വിദ്യാഭാവ പ്രകടനം നടത്തിയത്. അപ്പോൾ അവര് പരസ്യമായ സഖ്യത്തിലായിരുന്നു എന്നുള്ളതാണ് CPMന്റെ ആരോപണം. അല്ല, അത് CPMന്റെ ആരോപണമല്ലേ? ഞങ്ങൾ സഖ്യത്തിലായിരുന്നില്ലല്ലോ. അത് ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾ സഖ്യത്തിലായിരുന്നില്ല. ആരെങ്കിലും ഞങ്ങളെ വിജയം ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഹ്ലാദിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ പറയുക. ഞങ്ങൾ ആഹ്ലാദത്തിൽ അവരെ കൂട്ടിയിട്ടില്ല. അവരോട് ആഹ്ലാദിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാർക്ക് വെറുതെ ആഹ്ലാദം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മൾ എന്തിനാ ആഹ്ലാദം നഷ്ടപ്പെടുത്തുന്നത്? ഇപ്പൊ പാലക്കാട് മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു ഓഫീസ്, CPMന്റെ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെയും പോയി വോട്ട് ചോദിക്കണം. ആ മണ്ഡലത്തിൽ ഞാൻ സൗത്തിൽ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 18,000 വോട്ട് ജയിച്ചതിന് ശേഷമാണ് അവിടെ പോയാൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ രീതിയിൽ ആദ്യമേ മറുപടി പറയാൻ എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏത് മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും ആ മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും സന്ദർശിക്കാം. അതിൽ ആശയത്തിന്റെ നയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. വോട്ട് ചോദിക്കണം. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, ആ മണ്ഡലത്തിൽ SDPIയുടെ അല്ല പറഞ്ഞത്. അത് നിങ്ങൾ പറയുന്നത് കേരള അടിസ്ഥാനത്തിലോ ദേശീയ അടിസ്ഥാനത്തിലോ ഒക്കെയാണ്. ഞാൻ വ്യക്തമായി പറഞ്ഞതാണല്ലോ. വ്യക്തമായി പറഞ്ഞു, ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോട് വോട്ട് ചോദിക്കും. അവരെ പാർട്ടിയോ ജാതിയോ ഒന്നും ചോദിക്കും. എതിർ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കയറി പോലും വോട്ട് ചോദിക്കാറുണ്ട്. നേരത്തെ മുസ്ലിം ലീഗ് വളരെ പരസ്യമായിട്ട് SDPIയുടെ NDF ആയിരുന്നു. NDFന്റെ വോട്ട് സ്വീകരിക്കില്ല, വേണ്ട ഒന്നും അയാൾ പറഞ്ഞില്ലല്ലോ. NDF രാഷ്ട്രീയ പാർട്ടി അല്ലായിരുന്നു. വേങ്ങരയിൽ മത്സരിച്ചത് പരസ്യമായിട്ട് പറഞ്ഞത് KM ഷാജി പറഞ്ഞു, പറഞ്ഞു, അവരൊക്കെ NDFന്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് ഇല്ല. ഇപ്പൊ നമ്മുടെ ഈ അവസ്ഥയിൽ ഇപ്പൊ പറയുന്നത് ഈ SDPIയെയും വെൽഫെയർ പാർട്ടിയെയും മുന്നിൽ നിർത്തി പരാജയം മറച്ചു വെക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. വേറെ ഒന്നുമില്ല. ദയനീയ പരാജയം ഉണ്ടായി 3 സ്ഥലത്തും. അത് മറച്ചു വെക്കാൻ ഇതുപോലുള്ള ചെപ്പടി വിദ്യകൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല.